വാറണ്ടി ഉള്ള സമയത്ത് 2 പ്രാവശ്യം സെയിം പാർട്സ് മാറി. പക്ഷേ മൂന്നാമത്തെ തവണ ഇത് കംപ്ലൈൻറ്റ് വന്നപ്പം നമുക്ക് വാറണ്ടി ഇല്ല. ഷോറൂമിൽ കൊണ്ട് കാണിച്ച സമയത്ത് അവർ പറയാണ് ഇനി വാറണ്ടി ഇല്ല, പൈസയ്ക്ക് മാറേണ്ടി വരും. എന്ത് ചെയ്യും? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ വാറണ്ടിയിൽ ഒരു പാർട്സ് നമ്മൾ റീപ്ലേസ് ചെയ്തു. അതായത് ഏതെങ്കിലും ഒരു പാർട്സ് ആയിക്കോട്ടെ, ആ പാർട്സ് നമ്മൾ റീപ്ലേസ് ചെയ്തു. പിന്നെയും ആ വാഹനത്തിൻ്റെ ആ സെയിം പാർട്സിന് കംപ്ലൈൻറ്റ് വന്നു. എന്ത് ചെയ്യും? നമ്മൾ പിന്നെയും കൊണ്ടുകൊടുക്കുന്ന സമയത്ത് അതും അണ്ടർ വാറണ്ടി പീരീഡിൽ തന്നെയാണ്. അതുകൊണ്ട് വാറണ്ടിയിൽ പിന്നീടും ആ സെയിം പാർട്സ് മാറിക്കിട്ടും. അങ്ങനെ മാറിക്കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നില്ല ആ പാർട്സിന് എന്തെങ്കിലും ഡിഫക്റ്റ് കാണുമോ, അല്ലെങ്കിൽ പുതിയതായിട്ട് കിട്ടിയ പാർട്സിന് പോലും ഡിഫക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പിന്നെയും കംപ്ലൈൻറ്റ് ആയി മാറി. പക്ഷേ ഈ 2 തവണ മാറിയതിന് ശേഷം മൂന്നാമതൊരു തവണ പിന്നെയും ആ പാർട്സിന് കംപ്ലൈൻറ്റ് വന്നു, നിങ്ങളുടെ വാഹനത്തിന് വാറണ്ടി ഇല്ല. എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മുടെ വാഹനത്തിൻ്റെ വാറണ്ടി ഉള്ള സമയത്ത് 2 പ്രാവശ്യം സെയിം പാർട്സ് മാറി. പക്ഷേ മൂന്നാമത്തെ തവണ ഇത് കംപ്ലൈൻറ്റ് വന്നപ്പം നമുക്ക് വാറണ്ടി ഇല്ല. ഷോറൂമിൽ കൊണ്ട് കാണിച്ച സമയത്ത് അവർ പറയാണ് ഇനി വാറണ്ടി ഇല്ല, പൈസയ്ക്ക് മാറേണ്ടി വരും. എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് നിങ്ങളുടെ വാഹനത്തിന് ഒരേ കംപ്ലൈൻറ്റ്, അതായത് സെയിം പാർട്സിന് റിപ്പീറ്റഡ് ആയിട്ട് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ട് തന്നെയാണ്. അതായത് ആ പാർട്സിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞൊരു കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഷോറൂമിൽ കൊണ്ട് കാണിക്കുന്ന സമയത്ത് അവർ ആദ്യം പറയുന്നത്, അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊണ്ട് കാണിക്കുന്ന സമയത്ത് അവർ നോക്കിയിട്ട് പറയും വാറണ്ടി ഇല്ല, പൈസയ്ക്ക് മാറിക്കോ. ഉടനെ തന്നെ നിങ്ങൾ ശരി എന്നായിക്കോട്ടെ, എത്ര രൂപ? 30,000 രൂപ, എന്നാൽ മാറിക്കോ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം 2 തവണ നമ്മളത് ഫ്രീ ഓഫ് കോസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു പാർട്ടിന് ഡിഫക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ തവണ പിന്നെയും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ അത് ആ പ്രോഡക്റ്റിൻ്റെ തന്നെ കംപ്ലയിൻ്റ് ആണ്, അഥവാ ആ പറഞ്ഞ പാർട്സിൻ്റെ തന്നെ കംപ്ലയിൻ്റ് ആണ്. ഈ പാർട്സിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ 5 പൈസ കൊടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. പൈസ കൊടുക്കരുത്. കാരണം സെയിം കംപ്ലയിൻറ്റ് സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെയും പ്രശ്നം വന്നത്. വാറണ്ടി പീരീഡ് കഴിഞ്ഞാൽ നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല. പാർട്സിൻ്റെ ക്വാളിറ്റി മോശമായതുകൊണ്ടാണെങ്കിൽ ഉറപ്പായിട്ടും അവരത് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ മാറി തരേണ്ടതാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ ഏത് ഷോറൂമിലാണ് ചെയ്യുന്നത് അവിടെ ചെന്ന് നിങ്ങൾ കാര്യം പറയുക. കാരണം പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ എടുത്ത് പറഞ്ഞിട്ട്, സർവീസ് സെൻറ്ററിൽ കൃത്യമായിട്ടുള്ള സർവീസിങ് ആയിരിക്കണം. അല്ലാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ വാറണ്ടി പീരീഡിന് വേണ്ടി മാത്രം വന്ന് ചെയ്യുന്നൊരു രീതിയാണെങ്കിൽ ഒരു കാരണവശാലും നോക്കണ്ട, കിട്ടില്ല. പക്ഷേ സർവീസ് പ്രോപ്പർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, സെയിം കംപ്ലയിൻ്റ് ആണെങ്കിൽ. അല്ലാതെ ഇപ്പം നിങ്ങളുടെ വാഹനം സർവീസിലിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നോർമൽ വർക്ക് നോർമലായിട്ടുള്ള വാറണ്ടി പീരീഡിലുള്ള സമയത്ത്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള സമയത്ത് ഒരു കംപ്ലയിൻറ്റും ഇല്ല, ഇത് കഴിഞ്ഞിട്ടാണ് ഒരു കംപ്ലയിൻറ്റ് വരുന്നതെങ്കിൽ നോക്കണ്ട, കിട്ടില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വന്നൊരു കംപ്ലയിൻറ്റ്, അതായത് 2 തവണ അതിൻ്റെ പാർട്സ് മാറി, മൂന്നാമത്തെ തവണ പിന്നെയും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് മാറി കിട്ടാൻ അർഹതയുണ്ട്, കിട്ടുകയും ചെയ്യും. അത് ചോദിക്കുകയും വേണം. ഇനി ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മെയിൽ അയച്ചത് അപ്രൂവൽ എടുക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഏത് വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ വാഹനത്തിൻ്റെ കൺസേൺ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് അതോറിറ്റിയെ അറിയിച്ച് നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും മാറി കിട്ടുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും പോകാൻ സാധിക്കും. കാരണം ആ പാർട്സിൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് മൂന്നാമതൊരു തവണയും കൂടെ അത് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിലും കൂടെ കമൻറ്റ് ഇടുക. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്ത്